ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതേപോലെ കഴിക്കലും പാത്രം കഴുകലും അകത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. മുറ്റത്താണെങ്കിൽ നല്ലോണം ചപ്പുണ്ട്, ഇലകളൊക്കെ ചാടിയിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് നല്ലോണം അടിച്ചു വാരാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് രാവിലെ ഞാൻ കിച്ചണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കിച്ചണിത്തെ ഒരുവിധം പരിപാടികളൊക്കെ തീർത്തിട്ട് മേലേക്കാണ് കയറുള്ളൂ. അപ്പോൾ മുറ്റത്ത് അങ്ങനെ എന്നും കച്ചറകളൊന്നും ഉണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കച്ചറകളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ബിരിയാണിക്ക് ഓർഡർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിനി കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ച് അങ്ങനത്തെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളുള്ളതുകൊണ്ട് രാവിലെ ചോറും രാവിലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതാ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കട്ടോ. പിന്നെ ഇന്ന് ബാബുവും ചിഞ്ചുമോളും വീട്ടിലില്ല. ഒരു ഉണ്ടെങ്കിൽ പിന്നെ ബാബുവാണ് സവാളയൊക്കെ കട്ട് ചെയ്ത് തരില്ല. ഞാൻ പറയലുണ്ടല്ലോ എൻ്റെ സവാള കട്ട് ചെയ്യണ മെഷീന് ബാബുവാണെന്നുള്ളത്. അപ്പോൾ അവരൊന്ന് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയതാട്ടോ. നമ്മൾ ചിഞ്ചുമോൾക്ക് CMA എക്സാമൊക്കെ എഴുതണമെങ്കിൽ പാസ്പോർട്ട് വേണം. അപ്പോൾ ഓളെ പാസ്പോർട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുള്ള ഡേറ്റ് അന്നത്തെ ദിവസത്തേന്. അപ്പോൾ ഓരങ്ങനെ പോയതാണ്. അപ്പോൾ ഞാൻ എനിക്ക് തുണക്ക് ഉമ്മയുണ്ട് കേട്ടോ. സവാളയൊക്കെ തൊലി കളഞ്ഞു തരാനും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അങ്ങനത്തെ പണികളൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാണ്ട് കേട്ടോ. ചിക്കൻ 65 ഉണ്ട് ഓർഡർ. അതേപോലെ തന്നെ ഇത് നമുക്കുള്ള ബീഫാട്ടോ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച അധികവും നമുക്കും ബീഫ് തന്നെയാണ് വാങ്ങൽ. പിന്നെ നമുക്കിത് ബിരിയാണിക്ക് ഓർഡറുള്ള ഒരുക്ക് വാങ്ങിയ ബീഫുമാണ് കേട്ടോ. 3.5 കിലോ ബീഫും 2.5 കിലോ റൈസും ആണ് കേട്ടോ ഒരുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഞങ്ങൾക്കുള്ള ബീഫ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഒക്കെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അതേപോലെ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ. അപ്പോൾ ആദ്യം നമ്മളെ ബീഫ് അങ്ങോട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. നേരം കുറേ ഇരിക്കണ്. പിന്നെ ഇമ്മി ഞാനും തന്നെ ഉള്ളു ഉച്ചക്ക് ഫുഡ് കഴിക്കാനും. ബാബും ചുഞ്ചുമോളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പോയതാണെന്നുള്ളത്. അപ്പം ഇനി ഒരു വൈകുന്നേരം ആവും എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളെ ബീഫൊക്കെ ഞാൻ കഴുകിയത് കുക്കർക്ക് ഇട്ട് കൊടുത്തിന്. പിന്നെ ഒരു സവാള കട്ട് ചെയ്തതും കുറച്ച് ചെറിയ ഉള്ളിയും അതേപോലെ 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും മസാലപ്പൊടികളൊക്കെ ഇട്ടാണ്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ച് വെള്ളം ഒഴിക്കൂല കേട്ടോ. കുക്കറിലാവുമ്പോൾ അതിൽ തന്നെ വെള്ളം പൊടിഞ്ഞുണ്ടാവും. പിന്നെ നമ്മൾ അങ്ങനെ ലൂസായിട്ടുള്ള കറിയല്ല ഉണ്ടാക്കുന്നതും. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ അങ്ങനെ കൈയോട് നല്ലോണം തിരുമ്മിയാണ്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിലും അടുപ്പിക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 വിസിലും അടുപ്പിക്കും കേട്ടോ. അപ്പം പാകത്ത് വേവായിട്ട് കിട്ടും ബീഫ്. അപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആണ് കേട്ടോ കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കുന്നത്. പിന്നെ 2 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. എന്താ വെച്ചാൽ ഞാൻ ഒരു എള്ളും കടലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നല്ലോ. അതാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി തരണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എനിക്ക് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് 2 ഓർഡർ കിട്ടിയിട്ടോ. അതിൽ 2 3 കിട്ടിയിട്ടുണ്ട്. ഒന്ന് പിന്നെ വളാഞ്ചേരിയിൽ നിന്നാണ് കേട്ടോ ഒരു ഓർഡർ കിട്ടിയത്. ഒന്ന് കോഴിക്കോടും ഒന്ന് പിന്നെ പൊട്ടിക്കല്ലെന്നുമാണ് കേട്ടോ. അപ്പോൾ 3 ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. ഞാനത് വീഡിയോ ഇട്ടു. അപ്പോൾ അതൊരു ബിസിനസ്സായിട്ട് പോകുന്നൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണത് ഇഷ്ടമാണ്. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിയണതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അറിയാത്തതും കഴിയാത്തതും ആണെന്നുണ്ടെങ്കിൽ എന്നാലും ചോദിച്ച് മനസ്സിലാക്കി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും ആദ്യം. എന്നിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ കേട്ടോ ചെയ്യൽ. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്കും ഇനി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫുഡിന് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പേജിലുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറും എൻ്റെ ബ്രദറിൻ്റെ നമ്പറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവരിൻ്റെ നമ്പർ തരും. അപ്പോൾ നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബിരിയാണിക്കൊക്കെ നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് ദൂരമുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഇവിടുന്ന് ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വണ്ടിക്കൂലിയൊക്കെ ഒരുപാടാവും. പിന്നെ അമ്മക്ക് തന്നെ വണ്ടിയൊക്കെ വേണം. എന്നാൽ പിന്നെ എണ്ണ പൈസ ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു വന്ന് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ വന്ന് കൊണ്ടുപോകണവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. കൊണ്ടുപോയി കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും. എന്നാലും അൽഹംദുലില്ലാഹ് കുറച്ച് ഓർഡറൊക്കെ അതേപോലെ തന്നെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ ബീഫ് ബിരിയാണിക്ക് നല്ല ഫാൻസാണ്. ബീഫ് ബിരിയാണി കഴിച്ചവരൊക്കെ അടിപൊളിയാണെന്ന് തന്നെയാണ് കേട്ടോ പറയൽ.
ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബിരിയാണി ഉണ്ടല്ലോ, ഇത് കഴിച്ചിട്ടും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്, നല്ല അടിപൊളിയേനി തന്നെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബീഫ് നല്ലോണം വേവിച്ച് നല്ല അടിപൊളി മസാലയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ അതുകൊണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ബീഫൊന്ന് വേവിച്ചെടുക്കട്ടോ, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ബീഫെങ്ങാനും വെന്തില്ലെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ബീഫിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ കാണിക്കലുണ്ടല്ലോ വീഡിയോയിൽ. ഇനിയിപ്പോൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഞാൻ ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് ആ ബീഫ് ബിരിയാണി ഉണ്ടാക്കൽ എന്നുള്ളത്. കുറേ മുന്നൊക്കെ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തതാണ്, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ ചിക്കൻ 65ഉം അതിനും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ അതിക്കുള്ള മസാലയാണ് കേട്ടോ ഇപ്പോൾ ഈ കൂട്ടി വെക്കണത്. ഇതിൻ്റെ റെസിപ്പി നമ്മളെ സെക്കൻഡ് ചാനലിലുണ്ട്. അപ്പോൾ ഈ ഇട്ടുകൊണ്ടാവുമ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു വെറുപ്പാവും, ഇതിപ്പോൾ എന്നും തന്നെ. അതുകൊണ്ട് തന്നെ ആവും ഇപ്പോൾ കുറച്ചൊക്കെ വ്യൂ കുറവാണ് കേട്ടോ നമുക്ക്. അപ്പോൾ 2 ദിവസമായിട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ നമുക്ക് ഓർഡറും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് ടൈം കിട്ടണില്ല. പിന്നെ അത് മാത്രമല്ലല്ലോ, നമ്മളെ വീട്ടിലത്തെ ജോലികളും ഒക്കെ വേണ്ട ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ 2 ദിവസം വീഡിയോ ഇടാതെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഈ വീഡിയോ ഇടാതെ നിന്നാലേ മൂന്ന് ദിവസമൊന്നും ഞാൻ വീഡിയോ ഇടാതെ നിൽക്കലേ അല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓർഡർ ഉണ്ട്, ഉച്ചക്കും ഉണ്ട് വൈകുന്നേരമൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ചിക്കൻ 65നുള്ള മസാലയാണ് നമ്മളിപ്പോൾ റെഡിയാക്കണത് കേട്ടോ. മസാലയൊക്കെ റെഡിയാക്കി പിന്നെ അതിക്ക് ചിക്കനൊക്കെ ഇട്ടുകൊണ്ടതാ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്ത് ഇനി അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. പിന്നെ വൈകുന്നേരത്തിനല്ലേ, അപ്പോൾ ബാവും ചിഞ്ചുമോളും പോയപ്പോൾ ഒരു ബീഫും ചിക്കനൊക്കെ എനിക്ക് രാവിലെ തന്നെ കൊണ്ടുവന്ന് തന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ പിന്നെ വാങ്ങാൻ പോകാനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. മസാല തേച്ച് വെച്ചാൽ നല്ലോണം പിടിച്ചും ചെയ്തോളും. പിന്നെ വൈകുന്നേരം നമുക്ക് കൊടുക്കണതിന് കുറച്ച് മുന്നായിട്ട് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യലെന്നാൽ പിന്നെ ചൂടോട് കൂടിയിട്ട് കൊടുക്കും ചെയ്യാലോ. അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് വെച്ചു. ഇനിയിപ്പം നമുക്ക് ചോറിന് കൂട്ടാൻ ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞല്ലോ അമ്മി ഞാനും തന്നെ ഉള്ളൂ. പിന്നെ ബീഫ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ മത്തൻ്റെ ഇല ഉണ്ടായിന് കേട്ടോ, അടുത്ത വീട്ടിലത്തെ താത്ത തന്നതേന് മത്തൻ്റെ ഇല. അപ്പം മത്തൻ്റെ ഇല കൊണ്ട് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾ ഇങ്ങനത്തെ കറി ഉണ്ടാക്കലുണ്ടോ? കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. നമ്മളിവിടെ നിന്നൊന്നും വിട്ടാൽ ഇങ്ങനെ ഇലക്കറികളൊന്നും വല്ലാതെ ഇങ്ങനെ മത്തൻ്റെ താളിപ്പൊന്നും ഉണ്ടാക്കലില്ല തോന്നുന്നുണ്ട്. നമ്മൾ ഈ മലപ്പുറത്തിലെ വീടുകളിൽ അധികവും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കും ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു താളിപ്പ് കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിങ്ങനെ നല്ലോണം കഴുകിയെടുത്ത് പ്രാണികളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നല്ലോണം കഴുകിയെടുക്കുവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടേ നല്ലോണം മണ്ണും ഉണ്ടാവും. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചതേന്. അപ്പം ഉമ്മമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ആ ഇല ഇങ്ങനെ പിച്ചി അങ്ങനെയാണ് എടുക്കുക, അതിന് ഞരമ്പൊക്കെ കളയും. അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഉമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. ഉമ്മ എനിക്ക് ഉള്ളിയൊക്കെ തൊലികളാനൊക്കെ കൂടി തന്നാണ്ട് പിന്നെ ഉമ്മ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉമ്മക്കുള്ള ചോറ് വേഗം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ പിന്നെ എൻ്റെത് കണക്കന്നെ കേട്ടോ, എൻ്റെ എഡിറ്റിങ്ങും എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ നിൽക്കുള്ളൂ. അപ്പം ഇനി ഞാൻ വേഗം താളിപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തു. അതേപോലെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് നമ്മളെ കഞ്ഞിവെള്ളമല്ലേ, ചോറ് വെച്ച കഞ്ഞിവെള്ളം, ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം ഇട്ട് കൊടുത്തിരിക്കണത്. കാരണം എനിക്കും ഉമ്മാക്കും കഴിക്കാനുള്ളതാണ് ഇത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഷുഗർ ഉള്ളതാണ്. അപ്പം കഞ്ഞിവെള്ളം അത്ര നല്ലതല്ല. അപ്പോൾ കഞ്ഞിവെള്ളത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ കട്ടി കുറച്ചിട്ടാണ്. എന്നാൽ തന്നെ ഇതിൽ കാണുമ്പോൾ നല്ല കട്ടിയുള്ള പോലെ ഉണ്ടല്ലേ. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇത് തിളച്ചിട്ട് ആ മത്തൻ്റെ ഇലയ്ക്ക് ഇട്ട് കൊടുത്താണ്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കും. അപ്പോൾ മത്തൻ്റെ ഇല മാത്രമല്ല കേട്ടോ, കുമ്പളങ്ങൻ്റെ ഇല, ചിരങ്ങൻ്റെ ഇല അതൊക്കെ നമ്മൾ താളിക്കും. അതിൽ കുമ്പളങ്ങൻ്റെ ഇല മാത്രമാണ് തിളച്ച അപ്പം തന്നെ നമ്മൾ തീ ഓഫാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കഴിക്കും. മത്തൻ്റെ ഇല പിന്നെ അങ്ങനെയല്ല, മത്തൻ്റെ ഇലക്ക് വേവുണ്ട്, കുറച്ചൊക്കെ വേവുണ്ട്. ഇതിലേറെ ടേസ്റ്റ് കുമ്പളങ്ങൻ്റെ ഇലയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, കുമ്പളങ്ങൻ്റെ ഇലയാണ് ഇതിലേറെ ഇഷ്ടം കേട്ടോ. അപ്പം നമുക്ക് മത്തൻ്റെ ഇല കിട്ടിയത്, അപ്പം നമുക്ക് മത്തൻ്റെ ഇല താളിപ്പുണ്ടാക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് ആ മത്തൻ്റെ ഇലയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിഞ്ഞ് വെച്ച മത്തൻ്റെ ഇല ഇട്ടുകൊണ്ട് നല്ലോണം വേവിച്ചെടുക്കാം. നിങ്ങളിങ്ങനെ കുത്തണ വെച്ചേക്കുണ്ടോ? ഈ കിളികളാണ് കേട്ടോ അത്. ഞാൻ ഇപ്പോൾ വീഡിയോ വോയിസ് കൊടുക്കാൻ വേണ്ടി റൂമിൽ കയറിയതാ. നമ്മൾ വാതിൽ ആരെങ്കിലും മുട്ടാണ് വിചാരിക്കും. ജനലിൻ്റെ ആ ചില്ലിമ്മ ഇങ്ങനെ കുത്തുക. നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ശല്യം? കുട്ടികളെ ഒച്ചയും വിളിയും കേൾക്കും വിചാരിച്ചിട്ട് റൂമിൽ കയറി വാതിലടച്ചിട്ടാ വോയിസ് കൊടുക്കുക. അപ്പം നോക്കുമ്പം ഓരോ ശല്യം, എത്ര ആട്ടിയാലും പോകൂല കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് അടച്ചു വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇല വേകുമ്പോൾ നമുക്കറിയാലോ
അപ്പം എന്താ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ ഒന്നും കൂടെ വേവാണ്ടേനി, പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇതിക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കണമെങ്കിൽ തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ താളിപ്പ് കറി ആവില്ല. അങ്ങനെ നമ്മളെ കറി ആയിട്ടോ. അപ്പോൾ മക്കൾക്കൊന്നും ചിലപ്പോൾ പറ്റില്ലുണ്ടാവില്ല, പോലൊക്കെ ഇനി വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി മോരുകറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബീഫൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ ഒരു നേരമൊക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ നമുക്ക് ബീഫ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചാണ് ഞാൻ അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് തൂമിക്കുന്നുണ്ട്. അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ബീഫ് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളമുണ്ട്, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ചതാണ്, എന്നാലും അങ്ങനെ തന്നെ ബീഫ് എന്താ കുക്കറിൽ വെക്കുമ്പോൾ അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ പൊടിഞ്ഞ് വന്ന വെള്ളം. അപ്പോൾ ആ വെള്ളം ഒന്നും ഇങ്ങനെ ഒരുപാടൊന്നും വറ്റിക്കണ്ട, കുറച്ച് വറ്റിച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ കടന്നു കണ്ട് ഇങ്ങനെ വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം, പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയാവുമ്പോൾ. അപ്പോൾ ഇതന്നെ കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ചോറിനുള്ള കൂട്ടാനും ബീഫും നമ്മളെ മത്തൻ്റെലിൻ്റെ കറിയും. അപ്പോൾ ഇതിനി കുറച്ച് നേരം അവിടെ കിടക്കട്ടോ, ഒന്നിങ്ങനെ തുറന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കട്ടോ. പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ടല്ലോ, ചോറൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മാക്ക് ചോറ് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് കുളിക്കാനും ഒക്കെ ഉണ്ട്. എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വരാം. ഉമ്മ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും, എന്നാലും ഞാൻ പിന്നെ ഉമ്മാക്ക് ചോറൊക്കെ വിളമ്പി മത്തൻ്റെ ഇല താളിപ്പും ബീഫൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ചോറ് കൊടുത്താണ്ട് പിന്നെ കുളിക്കാൻ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾ മത്തൻ്റെ ഇല താളിപ്പ് ഉണ്ടാക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഉമ്മാക്ക് ചോറൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ കുളി നിസ്കാരവും കഴിഞ്ഞ് കുറച്ച് സമയക്കണ് പിന്നെ കിച്ചണിക്ക് വന്നപ്പോൾ കേട്ടോ. അസർ ബാങ്ക് കൊടുത്ത് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:30 കഴിക്കണ് കിച്ചണിക്ക് എത്തിയപ്പോൾ. മഞ്ജുമോള് സ്കൂളിട്ട് വന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചായ ഓൾ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഒപ്പം കിച്ചണിക്ക് വന്നത് കേട്ടോ. അപ്പോൾ ചായ പിന്നെ ഓൾ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞ് ചായക്കുള്ള വെള്ളോള് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ എള്ളുണ്ടല്ലോ അതുണ്ട്, നമുക്ക് ഒരു ചായക്ക് കടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പം ഓളപ്പച്ചിയും ചിഞ്ചുമോളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ചെയ്യും. അപ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് കടി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം പിന്നെ ഇനിയിപ്പോൾ സവാളൊക്കെ കട്ട് ചെയ്യണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. തൊലി കളയിലൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി. അങ്ങനെ പിന്നെ ഞാൻ വേഗം സവാളൊക്കെ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കിട്ടോ. പിന്നെ ബീഫ് നമ്മൾ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി വലിയ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, അതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെമ്പൊക്കെ വെച്ചിട്ടോ, ചെമ്പിൽ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യൽ. പിന്നെ ചിക്കൻ ബിരിയാണി ആകുമ്പോൾ ആ ചിക്കൻ ഓയിലിലാണ് ഞാൻ ഫ്രൈ ചെയ്യുക. അപ്പോൾ ആ ഓയിൽ തന്നെ അതിക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ നെയ്യൊക്കെ നല്ലോണം നമ്മൾ ബിരിയാണിയിൽ റൈസിൽ ചേർക്കും. അപ്പം എന്തായാലും നമ്മൾ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാട്ടോ സവാളയൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ വീഡിയോ ഇടുമ്പം അതിനെക്കുറിച്ചിട്ട് പറയാം കേട്ടോ. ഈ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ അതിൽ ചെയ്യേണ്ട ഇൻഷാ അല്ലാ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും ഉണ്ടാവും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ. എനിക്ക് പിന്നെ അങ്ങനെ സീക്രട്ട് ഒന്നുമില്ല കേട്ടോ, ഞാനൊക്കെ പബ്ലിക്കായിട്ട് പറയലുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇപ്പം നമ്മളെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഈത്ത ഉണ്ടാക്കണ ബിരിയാണിയും അതേപോലെ മന്തിയും ഒക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻസ് കാണാൻ നിങ്ങൾ കാണലുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം വീഡിയോയിൽ പറയലുണ്ട്. എന്നോട് ചില ആൾക്കാരൊക്കെ പറയലുണ്ട് അങ്ങനെ പബ്ലിക്കായിട്ട് ഒക്കെ പറയരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിനെ ബാധിക്കും എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ ഞാൻ എന്താ പറയുക വിചാരിക്കല്, ഞാൻ അപ്പം ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യണം, ജോലി ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കണം. പക്ഷേ ജോലിക്കൊന്നും പോകാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാവില്ല. ചെറിയ മക്കളാവും, അതേപോലെ പിന്നെ വീട്ടിൽ സുഖമില്ലാത്ത അമ്മമാരോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോന്നും വിട്ടുകൊണ്ട് അങ്ങനെ പുറത്തുപോയി ജോലി ചെയ്യാനൊന്നും കഴിയാത്ത വീട്ടമ്മമാരുണ്ടാവും. എന്നാൽ എന്തെങ്കിലും ഒരു വരുമാനം അത്യാവശ്യമാവും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ വീഡിയോ കണ്ട് കുറേ പേര് ഇതേപോലെ കാറ്ററിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് തന്നെ കുറേ കാര്യങ്ങൾ, ഞാൻ വലിയൊരു ഷെഫായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുറേ കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ കുറേ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലേ, അപ്പം ആ ഒരു അനുഭവത്തിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിശ്വസിക്കണം എന്താ വെച്ചാൽ അതുതന്നെയാണ് എൻ്റെ വിജയം എന്നാണ് കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആയുസ്സും ആരോഗ്യമൊക്കെ പഠിച്ചവൻ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. അപ്പം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും
അങ്ങനെയുള്ള പ്രാർത്ഥനകളും അതേപോലെ വേറെ എല്ലാ ആളുകൾക്ക് നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യണത് കണ്ടുകൊണ്ട് അതേപോലെ ചെയ്ത് ഒരിക്കലും എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുമ്പോൾ അത് നമ്മളോട് സന്തോഷത്തോട് കൂടിയിട്ട് പറയുമ്പം നമുക്ക് അതിനെ വലിയൊരു സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊക്കെ വലിയൊരു കാര്യമാണ് കേട്ടോ. വലിയ എന്താ പറയുക, എൻ്റെ മനസ്സിനും തന്നെ നല്ലൊരു തൃപ്തിയാണ് അങ്ങനത്തെ ഒക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ. അതെന്താ വെച്ചാൽ നമ്മളും അതൊക്കെ അനുഭവിച്ച് വന്നതുകൊണ്ടാവാം. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ എപ്പോഴും അതിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ പ്രാർത്ഥിക്കാറ്. അപ്പം നമ്മളിപ്പോൾ കാറ്ററിംഗ് ഒക്കെ ചെയ്താലും ചെയ്യുകയാണെങ്കിലും നമുക്കും എന്താ പറയുക നല്ല റിസ്ക് ഉണ്ട്, നല്ല പണിയാണ് ഒക്കെ. കാണുമ്പോൾ ഒക്കെ നമുക്ക് ഈസി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് തന്നെയാണ് എന്താ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ കഷ്ടപ്പാട് പറഞ്ഞാണ്ട് വ്യൂസ് കൂട്ടല്ല കേട്ടോ, അങ്ങനെയും പറയും ചില ആൾക്കാർ. ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡി ആക്കിയാണ്ട് അവിടെ അരി തിളപ്പിച്ചുറ്റാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വേറെ ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്താ ഉള്ളിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. ഇതിൽ ഈ കറുത്ത കളർ കാണുന്നത് ഇത് കരിഞ്ഞതല്ല കേട്ടോ, അത് ഞാൻ ഇങ്ങനെ അടുക്ക് കഴിക്കണ കറുത്ത മുന്തിരി ഉണ്ടേനി. അതും ആ ഒരു ബോട്ടിലിൻ്റെ അടിയിൽ കുറച്ചുള്ളേനി. അപ്പം അതിക്ക് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടതാണ് കേട്ടോ അപ്പം ഒന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അത് അതിൻ്റെ അടിയിൽ പെട്ടിട്ടാണ് ആ കറുത്ത കളറായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇത് ഇടുന്നുണ്ട് കേട്ടോ. എന്താ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും അതും കൂടി ഇട്ടാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടിയൊക്കെ കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ എന്താ കുറച്ച് ബിരിയാണി മസാലയൊക്കെ ഇങ്ങനെ അടുക്കുക അങ്ങനെ തൂയി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ മറ്റേ ചാനലിൽ ഇടാന്നൊക്കെ പറഞ്ഞാണ്ട് ഇതിൽ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലേ. പിന്നെ നമുക്ക് മീനച്ചാറിൻ്റെ എന്താ ഓർഡർ വന്നിട്ടുണ്ടായിനി. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കി തരണ്ട്. അപ്പോൾ നമ്മളെ എന്താ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അതിക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അരിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടതിന്. അരി നമ്മൾ കൈമ റൈസാണ് കേട്ടോ യൂസ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ എന്താ അതുകൊണ്ടൊക്കെ തന്നെ ആവും നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും. ഇതിന് നല്ലൊരു സ്മെല്ലാണല്ലോ. പിന്നെ ചില ആൾക്കാർ പറയും കൈമ റൈസ് ആവുമ്പം എന്താ വറ്റിച്ചെടുത്താൽ മതി. പക്ഷെ എനിക്കിതിങ്ങനെ തിളപ്പിച്ചൂറ്റി ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ. കാരണം ഞാനെപ്പം വറ്റിച്ചാണ്ട് ചോറ് വെക്കുകയാണെങ്കിലും വീട്ടിലത്തെ ആവശ്യത്തിന് ഞാൻ അങ്ങനെ വെച്ച് വെക്കും. എത്ര പ്രാവശ്യം ഞാൻ വെച്ചിക്കണമെന്ന് അറിയോ. അപ്പോൾ അപ്പോഴൊന്നും എൻ്റെ ചോറിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടണില്ല കേട്ടോ എനിക്ക്. ചിലപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൊണ്ടാണ് എന്താണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ ഒരു കപ്പ് അരിക്ക് പറയുമ്പോൾ 2 കപ്പ് വെള്ളമൊക്കെ എടുക്കും. എന്നാലും ഞാൻ വറ്റിച്ചാണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും എനിക്കത് നന്നായി വരാറില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. കഴിച്ച ആൾക്കാരൊന്നും ഒരു കുറ്റം പറയാത്ത റെസിപ്പി കേട്ടോ നമ്മളെ ഈ ഒരു ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതന്നെ അങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ശരിയാണ്, കൈമ റൈസിന് നല്ലൊരു സ്മെല്ലാണ്. അത് തിളപ്പിച്ച് ചുറ്റുമ്പോൾ ആ സ്മെല്ല് പോകുന്നൊക്കെയാണ് ഒരു പറയുക. പക്ഷേ സ്മെല്ല് പോവൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് പോവുകയൊക്കെ ചെയ്യേക്കാരം. എന്നാലും നമ്മൾ ആ തിളപ്പിച്ച് ചുറ്റുന്ന വെള്ളത്തേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ സ്പൈസസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണില്ലേ. അപ്പോൾ അതൊക്കെ അതിൽ കിടന്ന് തിളച്ച് വരുമ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ എന്തായാലും അരിക്ക് കിട്ടും, റൈസിന് കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ അധികം ഈ ആർക്കേജിൻ്റെ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യൽ. അതുപോലെ മിൽമൻ്റെ നെയ്യങ്ങൾ യൂസ് ചെയ്യാറില്ല എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് മിൽമൻ്റെ നെയ്യിനെക്കാട്ടിലും ആർക്കേജിൻ്റെ നെയ്യാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനധികം ഇത് തന്നെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 2.5 കിലോ റൈസും 3.5 കിലോ ബീഫുമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം 1 കിലോ ഇനിയിപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ. നമുക്ക് മസാല അത്യാവശ്യം വിളമ്പി കൊടുക്കാനുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഒരേ രീതിയിലാണ് അരിയും റൈസും എടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ ചോറ് കുറച്ച് ബാക്കി ഉണ്ടാവും, മസാല ഉണ്ടാവില്ല, അങ്ങനെയാവും. പിന്നെ ബീഫിൻ്റെ കാര്യങ്ങൾക്ക് അറിയാലോ. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും കേട്ടോ, ബീഫ് വെള്ളമൊക്കെ വറ്റി വെന്താണ് വരുമ്പോഴത്തേന് ചുങ്ങി വരും. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കാണൂല, വിളമ്പിയാൽ കാണൂല. അതേപോലെ തന്നെയാണ് ചിക്കനും നമ്മൾ പൊരിച്ചൊക്കെ വരുമ്പോഴത്തേന് അതും ചുങ്ങും. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയാവുമ്പോൾ അതും കുറച്ച് ചുങ്ങിയിട്ടേക്കാരം ഉണ്ടാവുക. അപ്പം എന്തായാലും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഓരോ കിലോനൊക്കെ അധികം മസാല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം വിളമ്പി കൊടുക്കാനുണ്ടാവും. എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ വീട്ടുകാരന്നെ അല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും ആൾക്കാരൊക്കെ വന്ന് നമ്മൾ ഒരു ഫുഡൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ കുറച്ചധികം മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം കേട്ടോ.
പ്രത്യേകിച്ച് ബീഫൊക്കെ ആകുമ്പോൾ ബീഫൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും, എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും, കഴിക്കും ചെയ്യും. അപ്പോൾ പിന്നെ മസാല കുറച്ച് കുറവായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. നമ്മളിവിടെ വീട്ടിലത്തെ പരിപാടിക്കൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ബീഫ് കുറച്ച് അധികം തന്നെ കേട്ടോ എടുക്കൽ, ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ. പിന്നെ ഞാൻ പറയലുണ്ട് കേട്ടോ നമുക്ക് ഓർഡർ തരുന്നവരോട്. അപ്പോൾ അതേപോലെ ചില ആൾക്കാർ ഇങ്ങോട്ട് പറയും എന്താ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ 1 കിലോ അധികം എടുത്തോണ്ടി. അപ്പോൾ ഇവരും അങ്ങനെ തന്നെ കേട്ടോ പറഞ്ഞിനിത്. റൈസ് 2.5 കിലോ മതി, 3.5 കിലോ ബീഫ് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിനി. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ദമ്മിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ, ദം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കനലുണ്ട് അടിയിൽ. അപ്പോൾ ഇനി തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കനൽ വേണം നമ്മൾ ബിരിയാണി ദമ്മിടുമ്പോൾ. പിന്നെ കുറച്ച് കനൽ നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മേലൊന്നും ചൂട് കുറച്ച് വേണം കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കണ്ടേ, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചിക്കൻ പൊരിക്കലും കഴിഞ്ഞു. ഇത് 2 കിലോ ചിക്കനാണ് കേട്ടോ. 2 കിലോ പറഞ്ഞാൽ മീറ്റായിട്ട് 2 കിലോ. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ചാണ് അടച്ചു കൊടുക്കും. അപ്പോൾ ഇനിയിപ്പം ഒരു 7:30 ആകുമ്പോഴാണ് കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നേരം ആകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇതാ ചായ ഒന്നും കുടിച്ചിട്ടില്ലേ ഞാൻ. അപ്പോൾ ചായകളൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ മഞ്ജുമോള് ചായ ഉണ്ടാക്കി കൊടുത്തിനി ഒരു സ്കൂളിട്ട് വന്ന ആ ഒരു ടൈമിൽ തന്നെ. പിന്നെ ഞാനും കുടിച്ചിട്ടില്ല. പിന്നെ അതേപോലെ ബാവും ചിഞ്ചുമോളൊക്കെ ഓരും വന്നിട്ടുണ്ടായിനി. അപ്പം ഓർക്കും കൂടെയൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ദാ ചായക്ക് കടി എടുത്തിക്കണത് നമ്മളെ എള്ളുണ്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഇതിനി എപ്പോഴും ഇങ്ങനെ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തരേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കണത്. ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 4-5 ദിവസമായില്ല ഉണ്ടാക്കിയിട്ട്, 3-4 ദിവസമോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ബോൾസാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. നല്ലോണം വറുത്ത് പൊടിച്ചതാണ്. പിന്നെ വൈകുന്നേരത്തിന് ചോറില്ലേനി കേട്ടോ. രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ ഒഴിഞ്ഞ് അടുക്കാണ്. അപ്പോൾ ഞാൻ അടുപ്പിൽ നല്ലോണം കാണലുണ്ട്. നമ്മൾ ചിക്കൻ പൊരിച്ച അടുപ്പാട്ടോ ഇത്. മറ്റേ അടുപ്പിൽ പിന്നെ ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് അരിയും കൊണ്ടുവന്ന് അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.